നിയമസഭയിൽ കാൽ നൂറ്റാണ്ടുകാലം പൂർത്തിയാക്കാൻ പോകുന്ന പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ ശ്രീ AP അനിൽകുമാർ, നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറിയ മികച്ച സംഘാടകൻ കൂടിയായ പ്രിയങ്കരനായ ശ്രീ PC വിശ്വനാഥ്, പേര് കേട്ടാൽ അപ്പോൾ തന്നെ കയ്യടി ഉയരുന്ന ശ്രീ ഷാഫി പറമ്പിൽ, അങ്ങനെ ഒരു നല്ല നേതൃത്വം KPCC പ്രസിഡന്റ് കോൺഗ്രസിലെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ ആഹ്ലാദം. UDF-ന് ഒരു പുതിയ കൺവീനർ വന്നിരിക്കുന്നു. അതിനു മുമ്പൊരു കൺവീനർ ഉണ്ടായിരുന്നു, MM ഹസൻ, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ. ഞാൻ സത്യത്തിൽ അദ്ദേഹം KSU പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി MLA ആകുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വൈസ് പ്രസിഡന്റായി 1.5 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നു. ഇപ്പോൾ ഞാൻ UDF ചെയർമാനായിരുന്നപ്പോൾ എൻ്റെ കൂടെ കൺവീനറായി അദ്ദേഹം 4 വർഷം ഇരുന്നു. എന്തൊരു സ്നേഹബന്ധവും എന്തൊരു ഊർജ്ജസ്വലതയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. മുഴുവൻ നിങ്ങൾ പറയുന്നു UDF-ൽ കഴിഞ്ഞ 4 വർഷമായി ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. ഒരു അപസ്വരം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ UDF യോഗങ്ങൾ ചേർന്ന 4 വർഷക്കാലമാണ്. എല്ലാ മാസവും എന്നതുപോലെ UDF യോഗം ചേർന്ന് ചെറിയ കക്ഷികളോ വലിയ കക്ഷികളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് MM ഹസൻ മുന്നോട്ട് പോയത്. അദ്ദേഹത്തിനോട് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന നന്ദിയല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. മുഴുവൻ UDF ഘടകകക്ഷികൾക്കും വേണ്ടി അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ശ്രീ KC വേണുഗോപാൽ ഇവിടെ ഈ അടൂർ പ്രകാശിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ചെല്ലുന്നതെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ഒരാളാണ് UDF കൺവീനറായി പുതിയതായി വരുന്നത്. അപ്പോൾ സമഗ്രമായ നേതൃത്വമാണ് UDF-നും കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ചാർജുള്ള ജനറൽ സെക്രട്ടറി, AICC-യോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നേതൃത്വം ഞങ്ങളെല്ലാവരും പൂർണ്ണമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ഇത് വാക്കാണ്. ഒറ്റക്കെട്ടായി നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്, ശ്രീ K സുധാകരനുണ്ട്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. അവരെല്ലാം AICC-യുടെ ഭാഗമായ നേതാക്കളാണ്. കേരളത്തിലുള്ള മുഴുവൻ നേതാക്കൾ, മുൻ പ്രസിഡന്റായ ശ്രീ K മുരളീധരനും അതുപോലെ ശ്രീ MM ഹസനും ഉണ്ട്, ശ്രീ VM സുധീരൻ ഇവിടെ ഉണ്ടായി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. എല്ലാവരും മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി കോൺഗ്രസിനകത്ത്, ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഒരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത സുശക്തമായൊരു 2ാം നിര, ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു 2ാം നിര, ഒരു യുവ നേതൃത്വം കൂടി കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഇതിനെ സമഗ്രമായി ഒരുമിച്ച് നിർത്തി വലിയ മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിഷമവും ഉണ്ടാക്കാത്ത തരത്തിൽ, ഒരു സങ്കടവും വരാത്ത തരത്തിൽ ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി നിന്ന് മുന്നോട്ട് പോകും എന്ന വാക്ക് മാത്രം നൽകിക്കൊണ്ട് ഈ പുതിയ നേതൃത്വത്തിന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ